സാംക്രമിക രോഗം പോലെയാണ് നാട്ടിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനന്തര ഫലം എന്നോണം ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് സ്ത്രീ സുരക്ഷയ്ക്കും നീതിക്കും വേണ്ടി ജനം തെരുവിലിറങ്ങിയിരിക്കുന്നു. അതിന് ഹേതുവായത് ഈ അടുത്ത കാലത്തുവരെ സ്ത്രീ സുരക്ഷയ്ക്ക് രാജ്യനഗരങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന കൊൽക്കത്തയിൽ ഒരിക്കലും വിജനമാവാത്തതും സുരക്ഷിതവുമെന്ന് പൊതുധാരണയുള്ള സർക്കാർ ആശുപത്രിയിലെ ഹൗസ് സർജനെ നേരിടേണ്ടി വന്ന ദാരുണമായ അന്ത്യമാണ്. പ്രത്യക്ഷത്തിൽ തന്നെ ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷമുള്ള അരുംകൊലയാണ് എന്ന് ആർക്കും മനസ്സിലാകുന്ന സംഭവം ഒരു ആത്മഹത്യ ആക്കി തീർക്കാനും തെളിവ് നശിപ്പിക്കാനുമുള്ള ആശുപത്രി അധികൃതരുടെയും പോലീസിൻ്റെയും ധൃതി പിടിച്ച കുൽസിത ശ്രമങ്ങൾ ഡോക്ടർമാരുടെയും അവരുടെ സമൂഹത്തിൻ്റെ ഇടയിലും രാജ്യത്ത് ഒട്ടാകെയും വൻ പ്രതിഷേധമാണ് വിളിച്ചു വരുത്തിയത്. ബംഗാളിലെ ഭരണകക്ഷിയുടെ തണലിൽ പന്തലിച്ച ഹോസ്പിറ്റലിലെ ഉന്നതർ അടങ്ങിയ ഒരു മാഫിയ സംഘത്തിന് എതിരെ ചോദ്യം ചെയ്തതിൻ്റെ പ്രതികാരമായിട്ടാണ് ആ ധീരയായ ഡോക്ടർക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. അത് വെറുമൊരു ബലാത്സംഗം മാത്രമായിരുന്നില്ല, അതൊരു ക്രൂരമായ മുന്നറിയിപ്പ് കൂടിയായിരുന്നു. തങ്ങളെ എതിർക്കുന്നവർക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പ്. CBI പ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില നിരീക്ഷണങ്ങൾ ആ വലിയ റാക്കറ്റിൻ്റെ ഈ കേസിലെ സാന്നിധ്യം ബലപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. എന്നാൽ എപ്പോഴൊക്കെയാണ് ജനങ്ങൾ ഇതുപോലുള്ള അവസരങ്ങളിൽ പ്രതിഷേധിക്കുന്നത് എന്നത് തീർത്തും ഒരു തർക്ക വിഷയമാണ്. ഒന്നുകിൽ അതിക്രൂരമായ ബലാത്സംഗത്തിലും ശാരീരിക പീഡനത്തിലും ശേഷം ആ ഇര കൊല്ലപ്പെടണം, അല്ലെങ്കിൽ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരതകൾ ആ ഇര അനുഭവിക്കണം. അതുമല്ലെങ്കിൽ സമൂഹത്തിലെ ഉയർന്ന ശ്രേണിയിലോ പദവിയിലോ സ്ഥാനത്തിലോ ഉള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും വ്യക്തി ഇതിൽ ഉൾപ്പെടും. കുറഞ്ഞപക്ഷം രാഷ്ട്രീയമായോ സാമൂഹികമായോ വൈകാരികമായോ എന്തെങ്കിലും നേട്ടം നമ്മളെ നയിക്കുന്ന രാഷ്ട്രീയ സമൂഹങ്ങൾക്ക് ലഭിക്കുന്നതാവണം. എന്നാൽ മാത്രമാണ് ഈ പ്രതിഷേധങ്ങൾ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നീതിക്ക് വേണ്ടി നിലകൊള്ളുകയുള്ളൂ. കൊൽക്കത്ത സംഭവത്തിന് ഏകദേശം അതേ ദിവസം നടന്ന ഉത്തരാഖണ്ഡിലെ ഒരു നഴ്സിൻ്റെ ബലാത്സംഗത്തിന് ശേഷമുള്ള കൊലപാതകം സമൂഹത്തിൽ ഒരു പ്രതിഷേധമായി രൂപപ്പെടാൻ തന്നെ ഉള്ള കാരണം കൊൽക്കത്ത സംഭവം മാത്രമാണ്. അതല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന അനേകം ബലാത്സംഗ കൊലകളുടെ കൂട്ടത്തിൽ ഒന്നായി അതും അസ്തമിച്ചേനെ. അതുകൊണ്ടാണ് ബലാത്സംഗത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. 2019 നാഷണൽ ക്രൈം ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഓരോ 16 മിനിറ്റിലും ഒരു സ്ത്രീ എന്ന തോതിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന നാടാണ് ഇന്ത്യ. നിയമത്തിൻ്റെ നിർവചന പ്രകാരമുള്ള ബലാത്സംഗങ്ങൾ 31,167 ആണ് 2021 മാത്രം രേഖപ്പെടുത്തിയത്. ഇതിൽ എത്ര കേസുകൾ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചൊലുക്കുകയും അവരെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്? ആ കണക്കെടുത്താൽ അത് വിരലിൽ എണ്ണാവുന്ന അത്ര മാത്രമേ ഉണ്ടാകൂ. കാരണം ഈ ബലാത്സംഗങ്ങളിൽ മിക്കതും വെറും ബലാത്സംഗങ്ങൾ മാത്രമാണ്. ഇവിടെ ഇരകൾ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ ഇവ സംഭവിക്കുന്ന സമൂഹത്തിൽ ശബ്ദമില്ലാത്ത ജനവിഭാഗങ്ങൾക്ക് ഇടയിലായിരിക്കണം. തങ്ങൾക്ക് സംഭവിക്കുന്ന ഈ പീഡനങ്ങൾക്കെതിരെ ശബ്ദിക്കാനുള്ള പ്രാപ്തി അവരിൽ പലർക്കും ഉണ്ടാകാറില്ലല്ലോ. അതിനുവേണ്ടി ആരും പരിശ്രമിക്കാറുമില്ല. എന്നാൽ അങ്ങനെയുള്ള ചുരുക്കം ചില പരിശ്രമങ്ങളിലൂടെ ഉണ്ടാകുന്ന കേസുകൾ മാത്രമാണ് സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെയുള്ള ശാരീരിക പീഡനങ്ങൾ നിലനിൽക്കുന്നത് രാജസ്ഥാനിലാണ്. അതിന് തൊട്ടു താഴെയായി മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുണ്ട്. കിഴക്കൻ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും പൊതുവെ ഈ കണക്കിൽ വളരെ പിറകോട്ടാണ്. അതിന് ചിലപ്പോൾ ജനസംഖ്യയിലെ അനുപാതം ഒരു കാരണമായേക്കാം. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ശേഷം ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്
അത്ര തന്നെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അവർ ബലാത്സംഗം ചെയ്യപ്പെടുക എന്ന ശേഷം അവർ ആ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത്. ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടാൻ ഒന്നായി. എത്ര പേർക്ക് അതിന് തത്തുല്യമായ രീതിയിലുള്ള നീതി ലഭിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് തീർത്തും നിരാശാജനകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 1973 44.3% ഉണ്ടായിരുന്ന ശിക്ഷാ നിരക്ക് ഈ കേസുകളിൽ 2019 കണക്ക് നോക്കുമ്പോൾ വെറും 27.8% കുറഞ്ഞിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നാടിൻ്റെ ശക്തിയായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന നിയമത്തിലെയും വൻ വീഴ്ചയാണ്. ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കണക്കുകൾ എല്ലാം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ തങ്ങൾക്ക് അനുഭവിക്കുന്ന പീഡനങ്ങൾ എവിടെ പരാതി പറയണം എന്നുപോലും അറിയാത്ത ജീവിതങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ എമ്പാടുമുണ്ട്. അതിനാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും ഭീകരമാകാനേ വഴിയുള്ളൂ. നമുക്ക് ചുറ്റും കോളിളക്കം സൃഷ്ടിച്ച കേസുകൾ അവയിലെ ശിക്ഷാ നടപടികളിൽ മാത്രം എടുത്താൽ ഇതിൽ എത്രത്തോളം ഉദാസീനമായിട്ടാണ് നമ്മുടെ സമൂഹവും നമ്മുടെ വ്യവസ്ഥയും നിയമവും അതിനുപരി നമ്മുടെ ഭരണവർഗവും ഈ നീചവൃത്തികളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. വളരെ കാലം നീണ്ടു നിൽക്കുന്ന നിയമപ്രക്രിയ ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ഉതകുന്നതാണെങ്കിലും അതിലൂടെ സംഭവിക്കുന്നത് യഥാർത്ഥ പ്രതികൾക്ക് അളവറ്റ രീതിയിലുള്ള സമയം ലഭിക്കുകയും കാലം കഴിയും തോറും കേസ് ദുർബലമായി രക്ഷപ്പെടാനുള്ള വഴികൾ തിരഞ്ഞുവരികയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി അതുവരെയുണ്ടായിരുന്ന ജനരോക്ഷത്തിന് അടക്കം സംഭവിക്കുകയും പതിയെ ആ സംഭവം വിസ്മൃതിയിലായി അടുത്ത സംഭവത്തിന് വേണ്ടി സമൂഹം കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പൊതുവെ കാണപ്പെടുന്നത്. ഒരു വേള കോടതിയിൽ നിന്നും വധശിക്ഷ പോലുള്ള മാതൃകാപരമായ വിധികൾ ഉണ്ടാകുമെങ്കിലും തുടർന്നുള്ള നിയമ പോരാട്ടത്തിൽ അവ ജീവപര്യന്തമോ അല്ലെങ്കിൽ അതുവരെ അനുഭവിച്ച ശിക്ഷാ കാലാവധി കണക്കാക്കി മോചനമോ ലഭിക്കുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു. ഇത് എത്രത്തോളം അതിക്രമം നേരിട്ട ആ സ്ത്രീക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനും ഉണ്ടാക്കുന്ന ആഘാതമൊന്നും ഒരു സമൂഹത്തിനും ഒരു വിഷയമേ അല്ല. ഈ നീതി നിഷേധിക്കുകയും മികച്ച ഉദാഹരണമായി കാണുകയും ചെയ്യുന്ന ചില സംഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. കൂട്ട മാനഭംഗത്തിന് ശേഷം ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട രീതിയിൽ കണ്ടെത്തുകയും തിടുക്കപ്പെട്ട് പോലീസ് കേസ് അട്ടിമറിക്കാൻ ശവസംസ്കാരം നടത്തുകയും ചെയ്ത ഹദ്രാസ് കൂട്ടക്കൊല കേസിൽ ഒടുവിൽ വിധി വന്നപ്പോൾ ഒരു ആൾ മാത്രം പ്രതിയാവുകയും ബാക്കിയുള്ളവരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇനി പ്രതിയായ ആളുടെ പേരിൽ വെറും വധശ്രമം എന്ന കുറ്റം മാത്രമാണ് ചാർത്തപ്പെട്ടത്. ആ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവരുടെ അമ്മയടക്കം ആരോപിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു നടന്നതായി തെളിയിക്കാൻ കോടതിയിൽ അവർക്ക് ശക്തി പോരാതെ വന്നു. ഫലം എല്ലാ പ്രതികളും രക്ഷപ്പെടുകയും ഒരാൾ മാത്രം പേരിന് പ്രതിയാവുകയും ചെയ്തു. അതുപോലെ മുംബൈ ശക്തിമിൽ കൂട്ട ബലാത്സംഗ കേസിൽ പ്രതികളുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു കൊടുത്തു. നിതാരി ശിശുപീഡന കേസിൽ കൂട്ടക്കൊല നടത്തി എന്നുപോലും ആരോപണമുണ്ടായിരുന്ന സമൂഹത്തിൽ ഉന്നതനായ കൂട്ടുപ്രതിയെ കോടതി വെറുതെ വിടുകയും അദ്ദേഹത്തിൻ്റെ പരിചാരകനെ കൂട്ടക്കൊലയുടെ കാരണക്കാരനായി ശിക്ഷിക്കുകയുമാണ് ചെയ്തത്. അവിടെയും അദ്ദേഹത്തിന് വധശിക്ഷ ലഭിച്ചില്ല. മാതൃകാപരമായ വധശിക്ഷ വിധിക്കേണ്ട അജ്മീർ ദർഗ, ഉന്നാവോ സംഭവങ്ങളിൽ പ്രതികൾക്ക് ലഭിച്ചത് വെറും വധശിക്ഷ മാത്രമാണ്. സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ന്യായമായ രീതിയിൽ പ്രതികൾക്ക് തൂക്ക് കയർ ലഭിച്ചത് അടുത്ത കാലത്ത് നടന്ന നിർഭയ സംഭവത്തിൽ മാത്രമാണ്. അതിൽ തന്നെ ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായി പീഡിപ്പിച്ച മൈനറായ പ്രതിക്ക് ആ പ്രായത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും ദുർഗുണ പാഠശാലയുടെ 4 ചുവരുകൾക്കിടയിലുള്ള ശിക്ഷയിൽ ഒതുക്കപ്പെടുകയും മാത്രമാണ് ഉണ്ടായത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ജിഷ സൗമ്യ സംഭവങ്ങളുടെ ബാക്കിപത്രം
തീർത്തും നിരാശയാണ് സമൂഹത്തിന് നൽകുന്നത്. അട്ടപ്പാടിയിൽ പീഡനത്തിന് ശേഷം മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന 2 ബാലികമാരുടെ കേസുകൾ ഇപ്പോൾ പ്രതികളേ ഇല്ല എന്നതും വിചിത്രമായ സാമൂഹിക വ്യവസ്ഥയെ വിളിച്ചോതുന്നുണ്ട്. പോക്സോ കേസിൽ പോലുള്ള വെയിൽ പോലും അകപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയും ഉന്നതരെയും അവരുടെ മസിൽ പവറിൻ്റെയും രാഷ്ട്രീയ അധികാരത്തിൻ്റെയും പദവിയുടെയും മാനദണ്ഡങ്ങൾ പരിഗണിച്ച് അറസ്റ്റ് ഒഴിവാക്കി ജാമ്യം നൽകുന്ന പ്രവണതകൾ പോലും പല കോടതികളിൽ നിന്നും കാണുമ്പോൾ നീതി എന്നത് സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് മാത്രമായി ചുരുങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാനുമുള്ള ഒരു ആയുധം എന്ന നിലയിൽ മാത്രമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതുപോലുള്ള കേസുകൾ പരിഗണിക്കുന്നത് പോലും. ഒരു ഭരണത്തെ തന്നെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള സ്ത്രീ പീഡന സംഭവങ്ങൾ നടന്ന രാജ്യമാണ് നമ്മുടേത്. എന്നിട്ടും അതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾ വീണ്ടും വീണ്ടും തുടരുന്നത് ആരുടെ പരാജയമാണ്? ആരാണ് ഇതിൽ യഥാർത്ഥ പ്രതി? ആരാണ് ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നത്?